എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ മുഖചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് വീണ്ടും ശനിയുടെ വിളയാട്ടം നിങ്ങളോ മക്കളോ ഈ നക്ഷത്രത്തിലുണ്ടോ എങ്കിൽ ഓണം നിങ്ങൾക്ക് പൊന്നോണമാകും. എന്താണ് ഈ വാചകം അർത്ഥമാക്കുന്നതെന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, നവഗ്രഹങ്ങളിൽ ശനിക്ക് മാത്രമായി ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ന്യായാധിപൻ്റെ സ്ഥാനമാണ് ജ്യോതിഷം ശനിക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് പറയാൻ കാരണം, മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് അവരർഹിക്കുന്ന തക്കതായ ഫലം നൽകി അവരെ മുന്നോട്ട് നയിക്കുന്ന നീതിമാനും കർമ്മഫലദാതാവുമായ ഏക ഗ്രഹമുണ്ടെങ്കിൽ അത് ശനീശ്വരൻ അഥവാ ശനിഗ്രഹം മാത്രമാണ്. ഇത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഓരോ വ്യക്തിയുടെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആ കർമ്മങ്ങളനുസരിച്ച് അവർക്ക് ശിക്ഷയോ അനുഗ്രഹമോ നൽകുന്നതിൽ ശനി ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശനി ഒരു വ്യക്തിക്ക് ഉപദ്രവമല്ല ചെയ്യുന്നത്, പകരം ഉപകാരമാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം, ഈ ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിവയെല്ലാം ഏറ്റവും വലിയ ദുരിതങ്ങളല്ലേ ഒരു ജാതകന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചു പോയേക്കാം. നിങ്ങളുടെ ആ വാദം അല്ലെങ്കിൽ ആ ചിന്ത 100% ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ ദശാസന്ധി ആ ജാതകൻ ഒന്ന് കഴിഞ്ഞു കിട്ടുന്നതോടുകൂടി ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറുന്നതായിരിക്കും. അതായത് ദശാകാലം കഴിഞ്ഞ് ശനി ആ വ്യക്തിയെ വിട്ടുപോകുമ്പോൾ ആ ജാതകന് അല്ലെങ്കിൽ ആ ജാതകയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ പര്യാപ്തമായ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ ശേഷമായിരിക്കും ശനി പിൻവാങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത്, ശനി ഒരു നീചഗ്രഹമാണെങ്കിലും ഈശ്വരനോളം അല്ലെങ്കിൽ ഒരു വേള ഈശ്വരനേക്കാൾ കൂടുതൽ ശക്തിമാനായി മാറുന്നതായിരിക്കും. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ജ്യോതിഷശാസ്ത്രം സൂര്യഭഗവാന്റെ പുത്രനായ ശനിയെ സൂര്യനേക്കാൾ ശക്തിമാനായി കണക്കാക്കി പോരുന്നതും. ഇത് പ്രത്യേകിച്ച് ശനി ഏത് രാശികളിൽ നിന്ന് ഏത് രാശികളിലേക്ക് അഥവാ നിങ്ങളുടെ ഏത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ ഈ പറഞ്ഞ ഗുണദോഷങ്ങൾ എത്രത്തോളം ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്കേവർക്കും ഇതിൽ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ അത്യധികം സന്തോഷമുണർത്തുന്ന ഒരു വാർത്തയും കൂടിയുണ്ട്. എന്തെന്നാൽ ഈ നവഗ്രഹ സ്തോത്രം അല്ലെങ്കിൽ ശനീശ്വര സ്തോത്രം ഈ ദശാകാലങ്ങളിലോ അല്ലെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ട ഏത് അവസരങ്ങളിലോ ജപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ദോഷകാഠിന്യം കുറഞ്ഞിരിക്കും. അതേസമയം തന്നെ ഗുണങ്ങളുടെ ആധിക്യം വർദ്ധിപ്പിച്ചെടുക്കാനും സാധിക്കും. ഇത് ശനിയുടെ കാര്യത്തിൽ മാത്രമല്ല, നവഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താൻ നവഗ്രഹ സ്തോത്രത്തിനുള്ള ആ ഒരു കഴിവ് അത് പണ്ടുകാലം മുതൽക്കേ തന്നെ ലക്ഷോപലക്ഷം ആളുകൾ അംഗീകരിച്ചു തന്നിട്ടുള്ള ഒരു പരമാർത്ഥമാണ്. നമ്മുടെ പുതിയ ജ്യോതിഷം ആപ്ലിക്കേഷനിൽ ഞാൻ നവഗ്രഹ സ്തോത്രം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പുതിയ പതിപ്പിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ഈ ഞായറാഴ്ച അതായത് നാളത്തെ കഴിഞ്ഞ് ഈ പതിപ്പ് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് 2 ദിവസം വൈകാൻ കാരണം പുതിയ ഫീച്ചറായിട്ടുള്ള സന്ധ്യാനാമം പോലുള്ള കുറച്ച് വർക്കുകൾ കൂടി അതിൽ തീർത്തെടുക്കാനുണ്ട്. കൂടാതെ 10 ഗായത്രികളടക്കം ആകെ 23 സന്ധ്യാനാമങ്ങളാണ് അതിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ കുറച്ച് സന്ധ്യാനാമങ്ങൾ ഉൾപ്പെടുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ധ്യാനാമങ്ങളും അവയുടെ ശരിയായ അർത്ഥവും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സന്ധ്യാനാമം ജപിക്കുന്ന ഒരു 100 പേരെ എടുത്താൽ അതിൽ 95% ആളുകളും അർത്ഥമറിയാതെയാണ് സന്ധ്യാനാമം ജപിക്കുക. സന്ധ്യാനാമം മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ഈശ്വരനാമങ്ങളും അർത്ഥമറിയാതെ തന്നെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അർത്ഥമറിയാതെ, അതായത് താൻ എന്താണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ ജപിക്കുന്നതെന്ന് തനിക്ക് യാതൊരു ബോധവുമില്ലാതെ ജീവിതകാലം മുഴുവനും നാമം ജപിച്ചാലും അതിൻ്റെ പ്രയോജനം യാതൊരു കാരണവശാലും ആ ചൊല്ലുന്ന ആൾക്ക് ലഭിക്കുന്നതല്ല. ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല. നേരെ മറിച്ച് അർത്ഥമറിഞ്ഞ് ഒരൊറ്റ പ്രാവശ്യം ജപിച്ചാൽ അതോടുകൂടി അത് നിങ്ങളുടെ ഉള്ളിൽ തട്ടുകയും ചെയ്യും. ഈ പറഞ്ഞതിനൊരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, പാഠപുസ്തകം നേരാവണ്ണം പഠിച്ചെഴുതുന്ന വിദ്യാർത്ഥിയും അതേസമയം അത് തുണ്ടുകടലാസിൽ നോക്കി കോപ്പി അടിച്ചെഴുതി പരീക്ഷ വിജയിക്കുന്ന വിദ്യാർത്ഥിയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. പറയാൻ കാരണം, വിദ്യ ഹൃദ്യസ്ഥമാക്കിയ വിദ്യാർത്ഥി അത് തൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുത്തു പ്രയോഗിക്കാൻ തക്ക ആ ഒരു കേപ്പബിലിറ്റി ഉള്ള
വ്യക്തിയായിരിക്കും. എന്നാൽ കോപ്പി അടിച്ച് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥി ജീവിതത്തിൽ അക്ഷരാഭ്യാസം ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് പ്രയോഗിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ അവനാഴി കാലിയായിരിക്കും. ഇത് ഞാനൊരു ഉപമയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ ഇതുവരെ നിങ്ങൾ എങ്ങനെ നാമം ജപിച്ചു എന്നത് ഒരു പ്രശ്നമേ അല്ല. കാരണം കഴിഞ്ഞു പോയത് പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, ജ്യോതിഷപ്രകാരം കർമ്മഫലദാതാവായ ശനിയുടെ നിലവിലെ ആ ഒരു പ്രത്യേക രാശിസ്ഥിതിയും അതുപോലെ തന്നെ അനുഗ്രഹ ഭാവവും കണക്കിലെടുത്ത് ചിന്തിക്കുമ്പോൾ 2 രാശികളിലായി വരുന്ന 6 നക്ഷത്രക്കാരുടെ ജീവിതം ഇനി തികച്ചും വ്യത്യസ്തമായി തന്നെ മാറാൻ പോവുകയാണ്. ഒരുപക്ഷെ ഓണത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറി നിങ്ങളൊരു രാജാവിൻ്റെ തുല്യം ജീവിതം നയിച്ചേക്കാം. അതെല്ലാം ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ അടിസ്ഥാനത്തിൽ നോക്കിയായിരിക്കും ശനീശ്വരൻ അത് നിർണ്ണയിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആ ഭാഗ്യ നക്ഷത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കടബാധ്യതകൾ, കരിയറിലെ തടസ്സങ്ങൾ, കുടുംബത്തിലെ ഈ സ്വത്ത് തർക്കങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്നിവയ്ക്കൊക്കെ വളരെ പെട്ടെന്നൊരു വിരാമമിടാൻ ശനി ഭഗവാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വരാൻ പോകുന്ന തിരുവോണ നാളുകൾക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ പ്രപഞ്ച ശക്തികൾ ഈ 6 നക്ഷത്രക്കാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ധനവരവ്, അല്ലെങ്കിൽ പുതിയ ജോലികൾ, ബിസിനസ്സിൽ വൻ ലാഭമുണ്ടാവുക, അതുപോലെ തന്നെ കുടുംബത്തിൽ മക്കളുടെ പരീക്ഷാ വിജയങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച എന്നിവയെല്ലാം നിങ്ങളെ തേടിയെത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം. ആദ്യത്തെ രാശി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി അല്ലെങ്കിൽ മാസങ്ങളായി കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാലും ശരി, അതിലൊക്കെ തടസ്സങ്ങളും കാലതാമസവും നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ ആ ദുരിതകാലത്തിന് ഇവിടെ പൂർണ്ണവിരാമം, ഭാഗികമല്ല പൂർണ്ണവിരാമം സംഭവിക്കാൻ പോവുകയാണ്. ഈ വരാനിരിക്കുന്ന ഓണക്കാലം നിങ്ങൾ ഇതുവരെ കാണാത്ത വലിയ നേട്ടങ്ങളുടേതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുമാത്രവുമല്ല, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും തടസ്സങ്ങൾ നീങ്ങി അനുകൂലമായിട്ടുള്ള ഉത്തരവുകൾ തീർച്ചയായിട്ടും വന്നെത്തും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സമാധാനവും ഐക്യവും കുടുംബത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിലേക്ക് ഒന്ന് നോക്കിയാൽ കരിയറിൽ പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം, അതും അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് സംജാതമാകുന്നതായിരിക്കും. ഈ പറഞ്ഞത് വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, അതിപ്പോൾ ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ, വൻകിട ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ കടയായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന ആ ഒരു വർക്കുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റുകൾ വീണ്ടും സജീവമാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനെ തുടർന്ന് വലിയൊരു ലാഭശതമാനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാനോ വീട് നിർമ്മാണം അത് ഭാഗികമായിട്ട് കിടന്നതാണെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള ആ ഒരു അവസരങ്ങൾ സംജാതമാകും. എന്ന് വെച്ചാൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്ന ആ ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മാത്രവുമല്ല, ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഇതുവരെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന, അതായത് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല ആനുകൂല്യങ്ങളും അത് കുടിശ്ശിക സഹിതം നിങ്ങളിലേക്ക് തിരികെ വരും. അതുവഴി നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ലോണുകൾ എന്തെങ്കിലും അടച്ചു തീർക്കാനുണ്ടായിരുന്നത്, അതായത് ഇനി ഞാൻ അങ്ങനെ അത് അടച്ചു തീർക്കുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ കാര്യങ്ങളിലൊക്കെ അതോടുകൂടി തീരുമാനമാകും. എന്ന് വെച്ചാൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ ഈ ശനിയുടെ അനുകൂലമായിട്ടുള്ള ഈ സ്ഥാനം നിങ്ങൾക്ക് വഴി തുറക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം. നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഈ നക്ഷത്രത്തിൽ ഉള്ളവരാണെങ്കിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ ഒരു പൊന്നോണമായിട്ട് മാറുമെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 2ാമത്തെ രാശി തുലാം രാശി. ഈ രാശിയിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖമുക്കാല് നിങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും കീർത്തിയും വർദ്ധിക്കുന്ന ആ ഒരു സമയമാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു.
പ്രത്യേകിച്ചും കായിക രംഗങ്ങളിൽ ഉള്ളവർക്കെല്ലാം ഇതുവരെ നിങ്ങളുടെ ആ കഴിവുകൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അർഹമായിട്ടുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിപ്പോൾ ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും വലിയ നേതൃസ്ഥാനങ്ങളും പ്രശംസകളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അതുമാത്രവുമല്ല, കുടുംബത്തിൽ മക്കളുടെ വിവാഹ വിഷയത്തിൽ ഉറപ്പായിട്ടും തീരുമാനമാകും. മാത്രമല്ല, വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗം വ്യക്തമായി കാണുന്നുണ്ട്. അതായത് ഗൃഹപ്രവേശമാകാം, കുട്ടികളുടെ ചോറൂണാകാം, അല്ലെങ്കിൽ വിവാഹമാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അത് കൃത്യമായിട്ട് നടന്നിരിക്കും എന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പ്രായമായവർക്ക് നിങ്ങളെ അലട്ടിയിരുന്ന ആ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വ്യക്തമായി കാണുന്നത് പ്രകാരം പറയുമ്പോൾ അപ്രതീക്ഷിതമായ ധനയോഗമാണ് നിങ്ങളുടെ ജാതകത്തിൽ തെളിയുന്നത്. അതായത് ശനീശ്വരൻ്റെ അനുഗ്രഹമായിട്ട് തെളിയുന്നത്, അങ്ങനെ പറയുകയാണ് കൂടുതൽ ശരി. അത് മുഖേന ലോട്ടറിയോ ചിട്ടിയോ അതുപോലെ തന്നെ മറ്റ് ആകസ്മിക ധനനേട്ടങ്ങളോ നേടാൻ യോഗം വ്യക്തമായി കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനും ഈ ഓണത്തിന് മുൻപ് തന്നെ അങ്ങനൊരു വഴി തെളിയും എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ വരുന്ന 12-ാം തീയതി, അതായത് കർക്കിടക വാവിൻ്റെ അന്ന് തിലഹോമം ചെയ്യുന്നുണ്ട്. അതിലേക്ക് പേരും ജന്മനക്ഷത്രവും ഇതുവരെയും ഉൾപ്പെടുത്താത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്താം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ജനന വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തരണമെങ്കിൽ നമ്മുടെ NMP ജ്യോതിഷം ആപ്ലിക്കേഷൻ അതിലേക്ക് തന്നാലും മതി. അതാവുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.